ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ദേവൂട്ടനും കൂടെയുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാണ് കേട്ടോ. ഇന്നിപ്പോൾ കറിയൊക്കെ വെക്കണം, ചോറും കറിയെല്ലാം വെക്കണം. സാധാരണ മീൻകറി എന്തെങ്കിലും തലേദിവസം വെച്ച് വെക്കുകയാണ്. കുഞ്ഞിനായിട്ട് കറി വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇന്നലെ മീനൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇന്ന് സാമ്പാർ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരാൾ അവിടെ ഇരുന്ന് കളിക്കാനുണ്ട്. ഞാൻ രാവിലെ അവൻ ഉറങ്ങിയ ആ സമയത്ത് തന്നെ ഞാൻ വേഗം കുളി അലക്കമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം, കറിയും വെക്കണം. കുറച്ചു നേരം വോക്കറിലൊക്കെ ഇരിക്കും, പക്ഷേ പിന്നെ അലമ്പാൻ തുടങ്ങി. ഇപ്പം ഞാനവിടെ പായെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം, വേഗം തന്നെ എല്ലാം ചെയ്യാം. ദേവുട്ടാ അവിടെ ഉണ്ടാ? ദേവുട്ടൻ അവിടെ ഉണ്ടാ? അതിലിട്ടാ അത്? ആ, അതിലിട്ടാ. ഒരു ഹായ് കാണിച്ചേ. ഹായ് ഹായ്. അതിലിട്, എല്ലാം എടുത്ത് അതിലിട്. ആ കളർ എടുത്ത് അതിലോട്ടിട്. ഇനി ഏത് കളറായിട്ടുണ്ട്? ഇനി ഏത് കളറാ? ഇനി ഏത് കളറാണ് ഇടാൻ പോണത്? കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും, പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് മടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും കയ്യിൽ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് വേഗം തന്നെ അടുക്കളയിലെ പണിയൊക്കെ ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന നേരം കൊണ്ട്. ഏത് കളറാണ് ഇനി എടുക്കാൻ പോണേ? അത് കളഞ്ഞാ? എന്ത് ചെയ്ത്? ആ, അതെന്ത് എടുത്തോ. ആദ്യം ഏത് കളറായിടണ്ടേ? ആ, എൻ്റെ അമ്മേ. ആ, ഓക്കെ. ഇനി ഇത് അതല്ല, ഈ കളറ്. ആ, ഓക്കെ. ആ, ഇനി ഇത് നല്ലപോലെ ഇട്. ആ ആ, ഇട്ടോ. ആ ആ, ഇട്ടോ. ആ, ഇനി ഇത്. വാവ്, സൂപ്പർ. എല്ലാം ഇട്ടാ ദേവിക്ക്? ആ, സൂപ്പർ. എല്ലാം ഇട്ടാ? എല്ലാ കളറും വെച്ചാ? അടിപൊളി. എങ്ങനെ ക്ലാപ്പ് ചെയ്യുക? സൂപ്പർ സൂപ്പർ. അച്ചോ, നമുക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. വേഗം അരിയൊക്കെ അടുപ്പത്തിടാം. ദേവുട്ടാ, ദൈവമേ, ഇങ്ങോട്ട് പോന്നാ? ഇത് നോക്ക്. എന്തേ ഇങ്ങോട്ട് പോന്ന അവിടെ ഇരുത്തിയിട്ട്? വീഴരുത്. അടുക്കള പണി ചെയ്യാൻ വന്നാണാ? ആ, അടുക്കള പണി ചെയ്യാൻ വന്നാണാ? ഒന്ന് വായിൽ വയ്ക്കല്ലേ ചീച്ചയല്ലേ? ആ, ഒന്നുമില്ല, വായിൽ വയ്ക്കരുത് കേട്ടോ. പേപ്പർ കഷ്ണം കിട്ടിയാൽ വായിൽ വയ്ക്കൂ. വായിൽ വയ്ക്കല്ലേ. അവിടെയൊക്കെ അമ്മ തൂത്തതാ. ബോക്കറയിരുത്തിട്ടെന്നാ. ഇതാവുമ്പോൾ സുഖമായിട്ട് എല്ലായിടത്തും ഓടാം അല്ലേ? എല്ലായിടത്തും ഓടാം അത് മേലാവുമ്പോൾ അല്ലേ? സൂപ്പറായിട്ട് എല്ലായിടത്തും ഓടി വരാം. അപ്പം ആ മടക്കി വയ്ക്കാം. തട്ടി വീഴും. പാ മടക്കി വെക്കട്ടെ അമ്മ. ഇങ്ങോട്ട് മാറ്. തല പോയി മുട്ടല്ലേ. ഇങ്ങോട്ട് വാ. മടക്കി വെക്കാം. എടുക്കല്ലേ. വാ, ഇങ്ങോട്ട് വാ. പാ മടക്കി വെക്കട്ടെ എന്നാ. പായ ഇരിക്കുന്നില്ലല്ലോ. മടക്കണ്ടേ? മടക്കി വെക്കാം. ഈ പായേ വീട് പോവും. അതിന്റെ പോക്കറിന്റെ വീല് കൊണ്ടായിട്ട് വീഴുവന്ന്. മടക്കി വെക്കട്ടെ. എവിടെ നൊന്താ? കൈ നൊന്താ? പോട്ടെ. അടുക്കളയിൽ വന്നുള്ള പണി ഇതാണ്. എന്താ ചപ്പാത്തിക്കോലൊക്കെ എന്നാ എടുത്തത്? ദേവുട്ടാ, അവിടെ പോയി അത് മേത്തിട്ട് കൊണ്ടാ വേദനയ്ക്ക്. അവിടെ വെച്ചേരി. ദൈവമേ,
അവിടെ വെച്ച് തരും പോന്നെ. കഴുകി വെച്ചിരിക്കുന്ന എല്ലാ സാധനവും പെറുക്കി എറിയലാണ് പണി. മറ ഇത് മേത്തിട്ട് കൊണ്ടാലേ വേദന എടുക്കും, കനമുള്ളതാ. ബോൾ എടുത്തിട്ട് വാ, പോയിട്ട് ബോൾ എന്ത് ചെയ്യുമ്പോ എന്റെ ബോൾ എടുത്തിട്ട് വാ. ഹായ് ഹായ് കാണിച്ചേ. ഹലോ ഹലോ. ദേവൂട്ടാ, നമുക്ക് സാമ്പാർ വയ്ക്കാം. സാമ്പാർ ഇഷ്ടാണോ ദേവിക്കിന്? ദേവിക്കേ വീഴും കേട്ടോ. അങ്ങനെയൊക്കെ കാണിച്ചെന്നാ സൈക്കിളും വോക്കറും കൂടെ ഒക്കെ എടുത്തെന്നാ വീഴും. സാമ്പാർ വേണോ ദേവൂട്ടന്? ചോറ് സാമ്പാർ ഇഷ്ടാനാ? ഇഷ്ടല്ലേ? ഇഷ്ടാണോ? ദേവൂ വേദ ചേച്ചി എവിടെ? വേദ ചേച്ചി അവിടെ പോയി. സ്കൂളിൽ പോയാ വേദ ചേച്ചി? എന്നപ്പാ കൈ നൊന്താ? സാരില്ല. വേദ ചേച്ചി വിളിച്ചേ, വേദ ചേച്ചിനെ വിളിച്ചേ. ബോബോ കുരക്കണം കേട്ടാ. ബോബോ കുരക്കണം കേട്ടാ. എവിടാ? വിമാനം വന്നാ പൊന്നെ? വിമാനം വന്നാ? ഓ, വിമാനത്തിന്റെ സൗണ്ട് പേടിയാണോ പൊന്നിന്? ദേവൂട്ടന് പേടിയാണോ? അത് പോയിട്ടാ ദേവൂ. പൂച്ചമ്മ എങ്ങനെ കരയണ? പൂച്ചമ്മ എങ്ങനെ കരയണ? അത് കളയാതെ വായിന്നിട്ട്, കളയാതെ തിന്നാൻ തന്നിട്ട് കളയണ അത്. പൂച്ചമ്മ എങ്ങനെ കരയ? പൂച്ചമ്മ അടുത്തത് പെറുക്കാൻ പോയി. വാ. ചിലരൊക്കെ സാമ്പാർ വയ്ക്കുമ്പോ പരിപ്പ് ആദ്യം വേവിച്ചിട്ട് പിന്നെയാണ് കഷ്ണമൊക്കെ ഇടണം. ഞാനെല്ലാം കൂടെ ഒരുമിച്ചായിട്ടാ ചെയ്യണം. പരിപ്പും അതിന്റെ കൂടെ തന്നെ കഷ്ണം ഇട്ടെന്നാല് എനിക്ക് രണ്ടും അങ്ങനെ വെന്ത് കിട്ടാറുണ്ട്. ചിലര് പറയുന്നത് പരിപ്പ് വെച്ചിട്ട് വേവ് കൂടുതലായതുകൊണ്ട് ആദ്യം പരിപ്പ് വേവിക്കണം. എന്നാ പൊന്നെ എടുക്കാം. നമുക്ക് വേഗം തന്നെ ഇത് റെഡിയാക്കാം. എന്നാ എടുക്കണാ? പോക്കറിന്ന് വിഷമിച്ചാ? എടുക്കാവേ. ഇത് അടുപ്പത്തോട്ട് വെച്ചോട്ടെ. ഏതാ വേണ്ട പൊന്നിനി? ഏതാ വേണ്ട? ഏത്? അതാ, അത് വേണാ? അവിടെ പനങ്ങൾക്കണ്ട ഇരിപ്പുണ്ട് കുപ്പിയിൽ, അതാണ് ചൂണ്ടിക്കാണിക്കണത്. അത് വേണ മോനെ? തരാവേ. എടുക്കട്ടെ. ഇതാണോ വേണ്ടേ? ഇത് ഇഷ്ടാണോ? ഓക്കേ. അമ്മ പൊടിച്ചു തരാട്ടാ. അതേ മാന് പല്ല് കുറവല്ലേ, അപ്പൊ അത് പൊട്ടണ്ടേ. പൊടിച്ചു തരാവേ. ഇത് നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നാണ് കേട്ടാ. ഇവിടെ നമുക്ക് കുറച്ച് വില കൂടുതലാണ്. അപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോ കൂടുതൽ മേടിച്ചിട്ട് വന്നാണ്. തരാം. അമ്മ പൊടിച്ചു തരാം. പ്ലവാ 6 പല്ലുണ്ട് ദേവുനല്ലേ? അല്ലേ? പക്ഷെ അണപ്പല്ലൊന്നും വന്നിട്ടില്ല. മതിയാ? നീ വേണ? മധുരാണ്.
താഴെ പോയാ ഇരുന്ന് വിഷമിച്ച വോക്കറെ ഇരുന്ന് വിഷമിച്ച ചേട്ടാ ചേട്ടാ വോക്കറെ ഇരുന്ന് വിഷമിച്ച കള്ളച്ചിരി കള്ളച്ചിരി എന്താ അമ്മോ സൂപ്പർ പല്ല് ആ സൂപ്പർ പല്ല് പല്ല് എവിടെ പല്ല് ഈ കളിച്ച് വിഷമിച്ച കളിച്ച് വിഷമിച്ച എന്നാ ആ നമുക്ക് അങ്ങോട്ട് പോവാം ഇതിൻ്റെ തീയൊക്കെ കുറച്ച് വെച്ചിട്ടേ നമുക്ക് അങ്ങോട്ട് പോവാം ദേവു ചേച്ചി വന്നാ എവിടെ ചേച്ചി ചേച്ചി എവിടെ അതിനകത്താണോ ചേച്ചി എവിടെ ചേച്ചി ആ വീഡിയോടകത്ത് കാണുന്നുണ്ടല്ലേ ചേച്ചിനെ ചേച്ചി എവിടെ പതുക്കെ പതുക്കെ വീട് ദേവിക്കേ ചേച്ചി ചേച്ചി കുളിക്കട്ടെ കുളിച്ചിട്ട് എടുക്കും കൊണ്ടുവാ ഇവിടെ വാ വീഴും വീഴും ഏതേ കുതിര തന്നെ പൊന്നിന്റെ കുതിര എവിടെ കുതിര എന്നാ കുതിരനെ എടുത്തോ കുതിരനെ എടുത്തോ കുതിരനെ എടുത്തോ വാ കൊണ്ടുവാ എനിക്കേ എന്ത് ഇവിടെ നിൽക്കുന്ന ചേച്ചി കുളിച്ചിട്ട് വരട്ടെ ചേച്ചി കുളിച്ചിട്ട് വരും വാ ചേച്ചി ഉണ്ടാകത്ത് ആ പൊന്നിന്റെ ചേച്ചി ഉണ്ടാ ചേച്ചി കുളിക്കട്ടെ വാ ഇങ്ങോട്ട് വാ ചേച്ചി ഉണ്ടാ വാ ഇങ്ങോട്ട് പോര് വാ 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 ചേച്ചി കുളിച്ചിട്ട് വരും വാ മോളെ കുളിക്ക് അങ്ങനല്ലെങ്കിൽ ഒന്നും പോരൂല ദേവു ദേവുട്ടാ മാമാനിങ് വാ ചേച്ചി കുളിച്ചിട്ട് വരും വാ മോളെ ചേച്ചിണ്ടാ ഞങ്ങള് ചോറൊക്കെ കഴിച്ചു കേട്ടാ അപ്പൊ ദേവോട്ടന് ഉറങ്ങി ചോറ് കഴിച്ചിട്ട് വേദൂസുതാ സ്കൂളിൽ നിന്ന് കുറച്ച് ഹോംവർക്ക് ഉള്ള കാരണം അതൊക്കെ എഴുതി വെക്കാൻ പോയിയാണ് അല്ലെങ്കിൽ ഇനി അവൻ എഴുന്നേൽക്കുമ്പോഴത്തേനും അവളുടെ കയ്യിലെ ബുക്കും പേനയൊക്കെ വേണ്ടി വരും അപ്പം അതിനുള്ളിൽ അവൾ വേഗം ഹോംവർക്കൊക്കെ ചെയ്ത് വയ്ക്കുവാണ് വേദൂസ് അവിടെ നിന്ന് എഴുതണുണ്ട് ദേവൂട്ട് എന്താ അവിടെ കിടന്ന് ഉറങ്ങി എന്തായാലും ഒരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങിക്കോളും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ ഇടക്കിടക്ക് എടുത്ത് കഴിക്കും പക്ഷേ ഇത് ഉപ്പില്ലാത്ത ടൈപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല വെണ്ണയാണ് അപ്പോൾ അത് ഉപ്പുള്ള വെച്ചാൽ അത് ഇതിൽ നല്ല ഉപ്പുള്ളൊരു ടൈപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അതിന് ഉപ്പില്ലാത്ത ഉണ്ടോയെന്നറിയില്ല വെണ്ണ ആദ്യമായിട്ടാണ് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങണത് മറ്റേ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പ്രസാദമായിട്ട് കുറച്ച് കിട്ടുന്നല്ലാണ്ട് ഇതുവരെ കടയിൽ നിന്ന് വെണ്ണ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിൽ പോയപ്പോഴത്തേനും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ വാങ്ങിയതാണ് പക്ഷേ ഭയങ്കര ഉപ്പ് അത് അതിൽ എഴുതിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസിൽ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അന്നേരം ഒന്നും അത് നോക്കിയില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉപ്പുമായ ആയപ്പോൾ നോക്കിയപ്പോൾ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങനെ ഇല്ലാത്തത് ഉപ്പ് ചേർക്കാത്തത് ഉണ്ടോയെന്ന് അറിയില്ല അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നോക്കണം പക്ഷേ ഉപ്പുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിച്ച് തീരാറായി ഇതാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പം ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഉപ്പില്ലാത്ത ടൈപ്പ് നോക്കിയിട്ട് വാങ്ങണം കണ്ടായത് ഇങ്ങനത്തെയാണ് കുറേയൊക്കെ കഴിച്ച കാരണം കുറച്ചേ ഉള്ളൂ പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടേസ്റ്റൊക്കെ നമ്മുടെ സാധാരണ തന്നെ പക്ഷേ ഉപ്പ് നല്ല ഉപ്പുമായും ഉണ്ട് വേദുവിന് ഇഷ്ടപ്പെട്ടില്ല ഉപ്പുള്ള കാരണം
ഉപ്പില്ലാത്ത ഉണ്ടായിരിക്കും, ആദ്യമായിട്ട് എടുക്കണ കാരണം അറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടെന്ന്. അതിന് പോകുമ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ നോക്കണം, ഉപ്പില്ലാത്ത ടൈപ്പ്. അത് നമുക്ക് ഫുഡിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷെ ചുമ്മാ അതിങ്ങനെ തിന്നുമ്പോൾ നല്ല ഉപ്പ് രസം. ഞാൻ ദേവൂട്ടിന് ഉറങ്ങിയ സമയത്ത് ഞാനും വേദക്കുട്ടിയും കൂടെ ബുക്കിൽ കുറച്ച് കളിയൊക്കെ വേദൂസ് വരച്ച് വെച്ചിട്ടുണ്ട്, അത് കളിക്കാൻ പോയി കേട്ടോ. ഇന്നിപ്പോൾ താഴെ കളിക്കാനായിട്ട് പിള്ളേരൊന്നും വന്നിട്ടില്ല, അപ്പോൾ കാരണം വേദു ബുക്കിൽ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ട് എന്നെ കളിക്കാൻ വിളിച്ചിരിക്കും. എന്താ വേദു വരച്ചിരിക്കുന്ന കാണിക്ക്, എന്താ വരച്ചിരിക്കുന്ന വേദൂസേ? പണ്ടത്തെ ഡോട്ടിട്ട് കളിയൊക്കെ വരച്ച് വെച്ചിരിക്കുകയാണ്, കൊത്തി യോജിപ്പിക്കണത്. ഇത് എക്സോ കളിക്കാൻ അങ്ങനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെന്നാ ഇത് ഇതിന് ഈ ബുക്കിൽ തന്നെ ഉള്ളതല്ലേ. വേദൂസിന് ബോറടിക്കണമെന്നും പറഞ്ഞിരുന്നിട്ട് ഒക്കെ വരച്ച് വെച്ചാണ്. അപ്പോൾ വേദുവിനായിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വരയ്ക്കാം. TV ഒന്നും ഇപ്പം അങ്ങനെ കാണലില്ല, കാർട്ടൂണൊക്കെ ഇപ്പോൾ കണ്ട് മടുത്ത്. വലിയ കുട്ടിയായ കാരണം കാർട്ടൂണൊന്നും കാണാൻ താല്പര്യമില്ല. അപ്പോൾ കുറച്ച് നേരം എന്തായാലും വേദൂസിനോട് ഇരുന്ന് കളിക്കട്ടെ. അപ്പോഴത്തേനും ദേവൂട്ടനെ എഴുന്നേൽക്കും. വേദൂസ് എന്നെ തോപ്പിച്ചെന്ന് തോന്നണല്ലേ. ഓ, നിരത്തി എഴുതി വെക്ക്. ചച്ചോ, ഏത് ദിവസം ജയിക്കും. ഇനി അവിടെ വരയ്ക്ക്. ദേവൂട്ടന് വൈകുന്നേരം കുറുക്കുണ്ടാക്കാൻ പോണത് റവ കുറുക്കാണ് കേട്ടോ. സാധാരണ സൂചി ഗോതമ്പിൻ്റെ കുറുക്ക് അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ കൊടുക്കുക. അപ്പോൾ അതൊന്നും ഇരിപ്പില്ല. അപ്പോൾ നമ്മൾ റവയുടെ കുറുക്കുണ്ടാക്കാൻ പോയാണ്. പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് അമൃതം പൊടി കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ അത് കുറച്ച് ദിവസം കുറുക്കി കൊടുത്തു. അതിന് പക്ഷേ ഡേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് മുന്നേ തീർക്കണം. അപ്പോൾ അത് കൊടുത്തായിരുന്നു. അത് വേദൂസിനും ഇഷ്ടമായിരുന്നു, അപ്പോൾ 2 പേർക്കും അത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് റവയാണ് കുറുക്കി കൊടുക്കാൻ പോണം. അവന് ഇഷ്ടമാണ് കേട്ടോ, റവ കുറുക്കൊക്കെ ഇഷ്ടം. കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് പനങ്കൽക്കണ്ടോ റവയും കൂടെ അങ്ങനെ ആഡ് ചെയ്ത് കുറുക്കി കൊടുക്കാം. അപ്പം നമുക്ക് റെഡിയാക്കാൻ വരാം. അപ്പോൾ അതാ ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. രാത്രി ഉച്ചയ്ക്ക് വെച്ച സാമ്പാറും പിന്നെ അയില വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ വേദുക്കുട്ടിക്ക് ചോറ് വാരി കൊടുക്കുകയാണ്. വേദൂസിന് ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്, അപ്പോൾ കാരണം ചോറ് വാരി കൊടുക്കുകയാണ്. ചെറുതുറങ്ങി. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കുടിവെള്ളം ഇല്ലാത്ത കാര്യം അപ്പോഴാണ് ഓർത്തത്. വൈകിട്ട് തിളപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ കുഞ്ഞിൻ്റെ പുറകെയൊക്കെ ഓരോ കാര്യത്തിന് നടന്ന കാരണം വിട്ടുപോയി. കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തിളപ്പിച്ചില്ലെങ്കിൽ രാവിലെ വേദുമോക്ക് സ്കൂളിൽ പോകാൻ നേരത്ത് പിന്നെ നല്ല ചൂടായിരിക്കുമല്ലോ ആ സമയത്ത്. പിന്നെ അത് തണുപ്പിക്കാനൊക്കെ നിൽക്കുമ്പോൾ ലേറ്റാവും. 7:30 ആകുമ്പോൾ അവൾക്ക് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ച് രാവിലെ ആകുമ്പോൾ തണുത്തിരിക്കുമല്ലോ. പിന്നെ ചെറുതിന് കുറച്ച് പഞ്ഞിപ്പുല്ല് വെള്ളത്തിലിടാനുണ്ട്, അപ്പോൾ അത് വിട്ട് രാവിലത്തേക്കുള്ള കടല വെള്ളത്തിലിട്ട് അതൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കിടക്കാം. അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് രാവിലെ എല്ലാം കൂടെ ചിലപ്പോൾ നടക്കില്ല. ഇപ്പോൾ കുക്കറിൻ്റെ വിസിലടിക്കുമ്പോൾ തന്നെ അവനും എണീറ്റ് വരും. അപ്പോൾ ഞാൻ ഒരുവിധപ്പെട്ട പണിയൊക്കെ രാത്രി തന്നെ ഒതുക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ എഴുന്നേറ്റ് വരും. അപ്പോൾ ഞാൻ എന്താ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. രാവിലെ ചപ്പാത്തിയും കടലക്കറി ഉണ്ടാകുമെന്ന് വിചാരിക്കണം. പിന്നെ കുറച്ച് പനിപ്പുല്ല് കുഞ്ഞിന് കുറുക്ക് കൊടുക്കാം. ഇപ്പം ഇതൊന്നും വലിയ ഇഷ്ടമല്ല, കുറച്ചേ കഴിക്കുകയുള്ളൂ. ആദ്യത്തെ ടൈമിലൊക്കെ നല്ലപോലെ കഴിക്കുമായിരുന്നു, ഇപ്പോൾ കുറച്ചേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഗ്യാസിൻ്റെ ഇതൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ട് പിന്നെ പാത്രമൊക്കെ ഞാൻ ഒരുവിധമൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുടിവെള്ളവും കൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ കിടക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.